ദേവസ്വം ബോർഡിന്റെ ഓണർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ആ റോഡ് നേരെയാക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. 15 കോടി രൂപ ചെലവിൽ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ ഓണർഷിപ്പ് ഇവർക്ക് തന്നെ, ദേവസ്വം ബോർഡിന്. അതുപോലെ തന്നെ ഏതാണ്ട് 500ഓളം KSRTC ബസ്സുകൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ അതോറിറ്റി ആവശ്യത്തിന് വെള്ളം എത്തിക്കുക, അതുപോലെ പരിശോധന, വെള്ളത്തിന്റെ പരിശോധന, ഇപ്പോൾ ഷിഹല്ലയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിന്റെ പരിശോധന നടത്തുക, ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് എല്ലായിടത്തും കടകളൊക്കെ പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. അപ്പോൾ എല്ലാ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ഏകോപനം, ഇതിന് പുറമെ MLA-മാരും MP ഒക്കെ പങ്കെടുത്തിരുന്നു. കാര്യങ്ങൾ ഇത്തവണ വളരെ ഭംഗിയായിട്ട് പോകുന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വരുന്ന ഈ തീർത്ഥാടന സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാരെ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാഫിനെ. അതുപോലെ മെഡിസിൻ, കാരുണ്യയുടെ മെഡിസിൻ അവിടെ 2 ഔട്ട്ലെറ്റിലായിട്ട് കൊടുക്കാം, 2 ആശുപത്രികളിലായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള. ഇത്തവണ പിന്നെ മാത്രമല്ല, ഓണം കഴിഞ്ഞാൽ ഉടൻ മുഖ്യമന്ത്രി തന്നെ പമ്പയിൽ യോഗം വിളിക്കുന്നത്. ഇല്ല, അതിന്റെ എല്ലാം കാരണം സുതാര്യമാക്കാൻ വേണ്ടിയാണ് വൈകിയതെന്നാണ് ദേവസ്വം ബോർഡ് അവിടെ റിപ്പോർട്ട് ചെയ്ത്. ഏതായാലും അക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒന്നിനും ഡിലേ ഉണ്ടാവില്ല. അല്ല, അതൊക്കെ പിന്നെ നോക്കേണ്ട കാര്യങ്ങളാണ്. അത് വിശദമായിട്ട് മുഖ്യമന്ത്രിയുടെ ചർച്ചയിലുണ്ടാവും. മറ്റെല്ലാ കാര്യങ്ങളും ഇന്ന് തീരുമാനമായിട്ടുണ്ട്. അതെ, ഇല്ല, ഇത്തവണ അതിലൊക്കെ സുരക്ഷിതത്വത്തിന്റെ അഴിമതി ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടാക്കുന്നതാണ് ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ള ഉറപ്പ്. ഞങ്ങൾക്ക് കാര്യങ്ങൾ നന്നായി പോകണമെന്നേ ഉള്ളൂ. ഭക്തജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുന്ന ഒരു തീരുമാനവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടാകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അത് അതിന്റെ വഴിക്ക് നീങ്ങും. പിന്നെ അതുപോലെ തന്നെ ഈ NHM-ന്റെ കോൺട്രാക്ട് ഈ 31-ാം തീയതി കഴിയാണ്. അപ്പോൾ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ വന്നവരുടെ കാര്യം പരിഗണിക്കും. എല്ലാവരെയും കോൺട്രാക്ട് നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ടെസ്റ്റൊക്കെ എഴുതി വന്നവരുണ്ട്, അവരുടെ കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കും. മറ്റുള്ളവരുടെ എല്ലാവരെയും കോൺട്രാക്ട് പുതുക്കാൻ സാധ്യമല്ല. അതെ, അവരുടെ കോൺട്രാക്ട് നീട്ടില്ല, പിരിച്ചുകൊണ്ട ആവശ്യമില്ല. കോൺട്രാക്റ്റാണ്. ഞാൻ വന്നതിന് ശേഷം 3 മാസത്തേക്ക് കൊടുത്തു. 3 മാസം ആഗസ്റ്റ് 31-ാം തീയതി അവസാനിക്കും. ഏതായാലും കൂട്ടത്തോടെ ഒരു കരാർ അവസാനിപ്പിക്കില്ല, കോൺട്രാക്ട് അവസാനിപ്പിക്കില്ല. എന്നാൽ വ്യവസ്ഥാപിത മാർഗത്തിൽ അല്ലാതെ വന്നവരുടെ കോൺട്രാക്ട് അവസാനിപ്പിക്കും. അർഹതയുള്ളവരെ നിലനിർത്തും.